അടിസൊക്കെ പഞ്ഞിക്കാരനാണ്. രാവിലെ എന്നെ ഫോൺ നോക്കിയപ്പോൾ 4-5 മിസ് കോൾ മിസ്റ്റർ പാലത്തിങ്ങില്ല. എന്താന്ന് വെച്ചപ്പോൾ എവിടെയെങ്കിലും മോണിച്ചിട്ട് സമാധാനം വേണമെന്ന്. അധികം ദൂരം പോകാൻ പാടില്ല, എന്നാലും നമ്മുടെ നാടിന്റെ അടുത്തുള്ള ഏതൊരു സ്ഥലമായിരിക്കും വേണമെന്ന് പറയുമ്പോൾ പിന്നൊന്നും ആലോചിച്ചില്ല, നേരെ വിട്ടുപിടിച്ച് എങ്ങോട്ട് അതിരപ്പള്ളി റൂട്ട്. ഇപ്പൊ ഒരുപാട് വീഡിയോ റീൽസ് ഒക്കെ കാണാൻ തുടങ്ങിയതാണ്. അതിരപ്പള്ളിയിൽ നല്ല വെള്ളച്ചാട്ടം ഉണ്ട്, അതേപോലെ തന്നെ നല്ല രീതിയിൽ പ്രകൃതി അടിപൊളിയായിട്ട് നിൽക്കുകയെന്ന് തുടങ്ങി. അപ്പൊ കേട്ട പാതി കേൾക്കാത്ത പാതി പുറപ്പെട്ട് തുടക്കം തന്നെ ഒരു ചായം കൂടി തുടങ്ങാൻ തുടങ്ങുന്നപ്പോഴാണ് നമ്മുടെ സിൽവർ സ്റ്റോമിന്റെ സെക്യൂരിറ്റിക്കാരും വന്നിട്ട് ആ ലോട്ടറി ചാണ്ട് എടുത്ത് ലോട്ടറി കൊടുത്തു. ലോട്ടറിക്ക് ഇപ്പോൾ ആൾക്ക് 5000 രൂപ അടിച്ചേക്കണ്. ദൈവാനുഗ്രഹം അല്ലേ? അത് കണ്ടപ്പോൾ ഇന്നത്തെ കാര്യം കളറായിരിക്കുള്ളൂ. ആളൊരു കാര്യം പറയട്ടെ, ചുറ്റി കളയാൻ പോയ ലോട്ടറിയാണ്, പക്ഷെ എന്തോ ദൈവത്തിന്റെ ഒരു ചിന്ത കൊണ്ട് കയ്യിൽ കൂട്ടി വെച്ചുകൊണ്ട് അത് അയാൾക്ക് അടിച്ച്. അയാൾക്ക് കഷ്ടപ്പെടുന്നതിനൊക്കെ ദൈവം കൊടുക്കുന്നത് ഇങ്ങനെയാണ്, നല്ല അനുഗ്രഹങ്ങൾ നല്ല രീതിയിൽ കിട്ടും. അതും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചേർപ്പിന്റെ വെള്ളച്ചാട്ടം കാണാൻ പോയി. ഈ കള്ളന്മാരാണ് ഈ കോടയം പിടിച്ച് ആറ്റിറ്റ്യൂഡിട്ട് വെള്ളം കണ്ടുകൊണ്ടിരുന്നത്. വെള്ളച്ചാട്ടത്തിനോട് അധികം നേരം നിന്നില്ല. സെക്യൂരിറ്റിക്കാർ പറഞ്ഞ് അധികം നേരം നിൽക്കരുന്ന് ഞങ്ങൾ നേരെ അതിരപ്പള്ളിക്ക്. അതിരപ്പള്ളി ചെന്നപ്പോൾ അവിടെ 60 രൂപയുടെ ടിക്കറ്റും അതേപോലെ വണ്ടിക്ക് 40 രൂപ ടിക്കറ്റ് കൊടുത്തിട്ട് എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലും ഒന്നുകൂടി പറയുന്നുള്ളൂ. നല്ല തിരക്കായതുകൊണ്ട് അതേപോലെ മഴ ആയതുകൊണ്ട് ഇവിടെ കോട്ടിനാണ്ടി തവണ കച്ചവടം കൂടുതൽ. കോട്ടും കോടയും കോട്ടുകൾ 2 കീടാണുക്കളും വാങ്ങി 2 കൂടി എന്തോ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താഴ്ത്തുനിന്ന് വാങ്ങിക്കൊണ്ട് ഇതിന് അവർ 100 രൂപ കൊടുത്തു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് മോളിൽ നിന്ന് ഇവന്മാർ 2 കൂട്ട് വാങ്ങി. അതിന് വെറും 50 രൂപയുള്ളൂ. അപ്പൊ മനസ്സിലായില്ലേ, ബിസിനസ് അവിടെ ഇവിടെയൊക്കെ മാറും. ഉയരം കൂടുന്ന ഒരു സാധനങ്ങളുടെ വില കുറഞ്ഞുകൊണ്ട് വന്നു, അതുകൊണ്ടാണ് ആ വില കുറഞ്ഞത്. അങ്ങനെയും പറഞ്ഞുകൊണ്ട് നേരെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പോയി. വെള്ളച്ചാട്ടത്തിന്റെ അവിടെ നല്ല വ്യൂ ആർന്നിട്ടാ, നല്ല രീതിയിൽ വെള്ളം കുത്തിയൊലിച്ച് തന്നെ പോകണ്ടേ. ഇവിടുത്തെ ജീവനക്കാർ നല്ല സുരക്ഷിതമായിട്ട് കയറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് കിടക്കരുത്, കാരണം അമ്മാതിരി വെള്ളമാണ് വന്നെ. അപ്പൊ എല്ലാവരും പറയുന്നുണ്ട് കുളിക്കാനൊന്നും ഇറങ്ങരുത്, കുളിക്കാനൊക്കെ ഇറങ്ങി അധികം അപകടമാണ്, അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് അവർ പ്രത്യേകം പറഞ്ഞു. എനിക്കാണെങ്കിൽ എസ്കോട്ടുകാരെ 4-5 പോലീസുകാർ കൂടെ വിട്ടിട്ട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, കയ്യിലിരിപ്പോണ്ടാണ് അതൊരു സ്നേഹം കൊണ്ടാണെന്ന് അറിയില്ല. അവരുടെ കൂടെയാണ് ഞാൻ പോയത്. അടിച്ചെന്ന് കണ്ടപ്പോൾ കണ്ട കാഴ്ച കണ്ടിട്ട് കണ്ണ് തള്ളിയിട്ടാ. എന്റെ മാത്രമല്ല, കൂടുള്ളവരും വന്നവരും പോണവരൊക്കെ നല്ല രീതിയിൽ എൻജോയ് ഉണ്ടായിരുന്നിട്ട്. ഓരോ ദിവസം കഴിയുന്നവർ അതിരപ്പള്ളിയുടെ ഭംഗി കൂടി വന്ന് വെള്ളമൊക്കെ ചാടി കുത്തിയൊലിച്ച് വരണ കാണാൻ തന്നെ എന്റെ മോനെ വേറെ ലെവലായിരുന്നു. ഇവരാണെങ്കിൽ 50-നും 100-നും കോട്ട് വാങ്ങിയ സങ്കടത്തിലാണ്. 2 പേരും വാങ്ങിയത് വെറും നഷ്ടമായി. നനഞ്ഞു കുളിച്ച്. അതിന് കോട്ടിനെ കുറ്റം പറയുന്നില്ല കേട്ടോ. ഓരോ നേരം കഴിയും തോറും അമ്മാതിരി കാറ്റും അമ്മാതിരി മഴയായിരുന്നിട്ട്. അതിരാവിലെ തന്നെ പുറപ്പെട്ടുകൊണ്ട് അധികം ആൾക്കാരുണ്ടായില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു വിഷ്വൽ ബ്യൂട്ടി തന്നെ കിട്ടിയിട്ടാ. ഞങ്ങൾ ഈ മലക്കപ്പാറ വാൽപ്പാറ പൊള്ളാച്ചി വഴി കറങ്ങി വരാനുള്ള പ്ലാൻ ആയിരുന്നു. പക്ഷെ നല്ല മഴയും കാറ്റും ആയതുകൊണ്ട് ഞങ്ങൾ അത് വേണ്ടെന്ന് വെച്ചാൽ, അതുകൊണ്ട് ഇവിടെ ആസ്വദിച്ച് അതിൻ്റെതായ സന്തോഷം ഞങ്ങൾ പങ്കു. അവിടുന്ന് നേരെ കയറി മന്തി കഴിക്കാൻ പറ്റാം. മന്തി കൂടി കഴിച്ചപ്പോൾ എല്ലാവരും സന്തോഷം, കാരണം കിട്ടിയ വിഷ്വൽ ബ്യൂട്ടി അതിലേറെ ഭംഗിയായിരുന്നു, കിട്ടിയ മന്തി അതിലേറെ സൂപ്പറായിരുന്നു. ഇവന്റെ മൊത്തം സന്തോഷം നോക്കി. എന്ത് പറയാനാണ്, എല്ലാവരും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. അപ്പൊ പഞ്ഞിക്കാരൻ പോണേണേ സുലാൻ.